ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എൻ്റെ ബഹുമാനത്തെയും എൻ്റെ സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. എല്ലാ മാതാപിതാക്കളോടും സഹോദരിമാരോടും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനും ഈ സഭയോടും ഈ ശുശ്രൂഷയോടുമുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ദൈവം ആർക്കും കടക്കാരനല്ല. ഇത്രയും വർഷക്കാലം ഈ പ്രോഗ്രാമുകൾ നടത്തുവാനും അനേകം ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനും ദൈവവചനം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കുവാനും ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ ഈ സഭയ്ക്ക് സാധ്യമായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാരുടെയും കഴിവല്ല, ഇതാരുടെയും മിടുക്കുമല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. 2, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നു. ഇത് വലിയൊരു ഉണർവിൻ്റെ സഭയാണ്. ഒരു ഉണർവിലൂടെ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവസഭയാണ്. ഇന്നും ഈ ഉണർവിൻ്റെ തീനാളങ്ങൾ പല ഭാഗങ്ങളിൽ കത്തിപ്പടരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ദൈവവചന സത്യം മനസ്സിലാക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് വചനത്തിൻ്റെ സത്യത്തിലൂടെ അവർ മുൻപോട്ട് വരികയും സത്യം അവരറിയുകയും ആ സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത് കാണുവാൻ ദൈവം ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ജനിപ്പിച്ചു. കൊട്ടാരക്കരയിൽ ഞാൻ ജനിച്ചു. കൊട്ടാരക്കരയിലുള്ള ഒരു മനുഷ്യന് ഞാൻ ജനിച്ചു. ഞാൻ കൊട്ടാരക്കരക്കാരനായി മാറി. ഞാൻ എവിടെയാണോ, ഏത് ദേശത്തുള്ള മനുഷ്യന് ആണോ ജനിച്ചത്, ഞാൻ അവിടുത്തുകാരനാണ്. 2, ഞാൻ ഏത് വീട്ടിലാണോ ജനിച്ചത്, ഞാൻ ആ ഭവനക്കാരനാണ്, ഞാൻ ആ കുടുംബക്കാരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ജനിച്ച് ജീവിച്ച എനിക്ക് വീണ്ടും ജനനം പ്രാപിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. നിങ്ങൾക്കും അത് ലഭിച്ചു. വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ജോൺ ചാപ്റ്റർ 3. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, പുതുതായിട്ട് നീ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ. ആ വേർഡിനായിട്ട് യേശുവിന് സ്തോത്രം. പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞ് മാത്രം അവിടെ നിർത്തിയിരുന്നെങ്കിൽ പുള്ളി പരീശനായോണ്ടാ പറഞ്ഞതെന്ന് പറയായിരുന്നു. പക്ഷെ അവിടെ ആ പദം ഉണ്ടല്ലോ, ആർക്കും. നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് സഭക്കാരനാണെങ്കിലും സഭക്കാരിയാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ച ആളാണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കള് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് കൊച്ചുമക്കൾ എന്ന കൺസെപ്റ്റ് ഇല്ല. എൻ്റെ അപ്പനും അമ്മയും വിശ്വാസിയായോണ്ട് ഞാൻ വിശ്വാസി. നോ, ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കളെ ഉള്ളൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം ദൈവം നൽകുന്നു. നിക്കോദിമോസിന് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്ത ആർക്കും, പറഞ്ഞ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. എന്തുവാ ദൈവരാജ്യം? ബൈബിൾ പറയുന്ന ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്.
ക്രിസ്തു യേശുവിലുള്ള നീതി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ക്രിസ്തു യേശുവിനുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലായി തീരണം. അങ്ങനെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലായി തീരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. പത്രോസ് പറയുന്നു, മോനെ, തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ച ദൈവം നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ പ്രദാനം ചെയ്തിരിക്കുന്നു. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്, അവൻ ദൈവ സ്വഭാവമുള്ളവനാണ്. എൻ്റെ ആത്മാവിലേക്ക് യേശു വന്ന കാരണം കൊണ്ട്, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച കാരണം കൊണ്ട്, ആമേൻ, അവൻ എൻ്റെ പിതാവായി മാറി. ഞാൻ സ്വർഗത്തിന്റെ ഭവനത്തിന്റെ അവകാശിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ച കാരണം കൊണ്ട് ഞാനിപ്പോൾ ദൈവ ഭവനക്കാരനാണ്. മക്കളെ, നിങ്ങൾ ഈ വെളിപ്പാട് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, സ്തോത്രം, എന്നും ശത്രു ഒരു ഭീഷണിയായിരിക്കും. നിങ്ങൾ ഈ വെളിപ്പാട് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നും നിരാശരായിരിക്കും. നിങ്ങളുടെ അകത്ത് ഈ ചിന്ത വന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരർത്ഥവും ഇല്ല. ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വന്നതല്ല നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾ ദൈവ ഭവനക്കാരായി മാറുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അത് പ്രസംഗിച്ച ആളൊരു മുഖാന്തരമായി. ടിനു പാസ്റ്റർ അല്ല തന്റെ മഹത്വത്താലും വീര്യത്താലും എന്നെ വിളിച്ചത്. ആമേൻ. തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും എന്നെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് എൻ്റെ അകത്ത് വന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചത്. ആരാണോ എന്നെ ജനിപ്പിച്ചത്, ഞാൻ ജനിപ്പിച്ചവന്റെ സ്വഭാവം കാണിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു പെന്തക്കോ സഭയിൽ പോയ കാരണം കൊണ്ട് നീ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. നിനക്ക് പാസ്റ്റർ എന്നൊരു ടൈറ്റിൽ ഉള്ളത് കൊണ്ട് താങ്കൾ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. സഹോദരി സഹോദരി എന്നെല്ലാരും വിളിക്കുന്ന കാരണം കൊണ്ട് നീ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. കൈകൊട്ടുന്ന കാരണം കൊണ്ടോ, സ്തോത്രം പറയുന്ന കാരണം കൊണ്ടോ, ആ പാട്ടിന്റെ വരി പിന്നെയും പാടുന്ന കാരണം കൊണ്ടോ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കാരണം കൊണ്ടോ നീ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ചവന്റെ പ്രത്യേകത വിശുദ്ധ ബൈബിൾ പറയുന്നു, he is carrying the divine nature of God. അവന്റെ ദിവ്യ സ്വഭാവം അവനിൽ ഉണ്ടാവും. നായിക്കാ ജനിക്കുന്നെങ്കിൽ കുരച്ചിരിക്കും, സിംഹത്തിനാ ജനിക്കുന്നെങ്കിൽ ഗർജിച്ചിരിക്കും. സിംഹം ജനിപ്പിച്ചത് സിംഹമാ, നായ ജനിപ്പിച്ചത് നായ, കരടിയുടെ കുട്ടി കരടിയാ. സ്തോത്രം. ഡോബർമാന്റെ കുഞ്ഞ് ഡോബർമാനാ. ഹല്ലേലൂയ. നായ ജനിപ്പിച്ചത് കുരയ്ക്കും, സിംഹം ജനിപ്പിച്ചത് ഗർജിക്കും. ആമീൻ. സിംഹം ജനിപ്പിച്ചത് കുരയ്ക്കത്തില്ല, ഗർജിക്കത്തേ ഉള്ളൂ. ജനിച്ചവൻ നിശ്ചയമായും ജനിപ്പിച്ചവന്റെ സ്വഭാവം കാണിച്ചിരിക്കും. ഇനി കേട്ടോ, ജനിച്ചവൻ ജനിപ്പിച്ചവന്റെ സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ നീ എഴുതി വെച്ചോണം, നീ ഇനിയും അറിയാനുണ്ട്, നീ ഇനിയും മാനസാന്തരപ്പെടാനുണ്ട്, നീ ഇനിയും കൃപയിലേക്ക് വരാനുണ്ട്. അല്ല, നീ ആഴമായ ഒന്ന് ആത്മാവിൽ വീണ്ടും ജനിക്കാനുണ്ട്. I am telling truth. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി. The divine nature of God. ദൈവത്തിന്റെ സ്വഭാവം എന്നാ? ഒന്നാമത് അവന്റെ സ്വഭാവം സ്നേഹമല്ലേ? ഈ സ്നേഹമില്ലായ്മ കാണിക്കുന്ന പാര പണിയുന്നവൻ വീണ്ടും ജനിച്ചതാണോ? നായ്ക്ക് നീ ജനിച്ചതാണെ കുരയ്ക്കണം, സിംഹത്തിനാ നീ ജനിച്ചെങ്കിൽ ഗർജിക്കണം. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ അവന്റെ സ്വഭാവം കാണിക്കണം. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്പർ 1 സ്നേഹമാണ്.
2 ക്ഷമിക്കുന്ന മനസ്സ്, 3 കരുതുന്ന ഹൃദയം, 4 ബോൾഡ്നെസ് ധൈര്യം. ഇളകുന്ന തിര കണ്ടാലോ, ചെങ്കടൽ കണ്ടാലോ, ശത്രുവിനെ കണ്ടാലോ, സൈന്യത്തെ കണ്ടാലോ ഒന്നും ദൗത്യം നിർത്തിയേച്ച് പുറകോട്ട് പോകുന്നവനല്ല ദൈവം. അവന്റെ മക്കൾക്കും ആ ഒരു ധൈര്യം, ആ ഒരു ബലമുണ്ടാകണം. ഹല്ലേലൂയ. അവന്റെ സ്വഭാവമാ സൗഖ്യം തരുന്ന സ്വഭാവം. അവന്റെ സ്വഭാവമാ കരുണ കാണിക്കുന്ന സ്വഭാവം. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിച്ചോണം, എൻ്റെ ഉള്ളത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ കാര്യം അവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ യേശു ഇങ്ങനെ ചെയ്യുമോ? അവനാണല്ലോ ഒന്നാമത്തെ പുത്രൻ. ഈ ആത്മീയ ഭവനത്തിൽ പുതിയ നിയമത്തിലെ പുത്രൻ അവനാണ്. 2-ാം ആദം. ഹല്ലേലൂയ. ആദ്യത്തെ പുത്രൻ ദൈവത്തിന്റെ കരത്താൽ സൃഷ്ടിച്ച മകൻ പിശാചിന് വശംവദനായെങ്കിൽ, പാപത്തിലേക്ക് പോയെങ്കിൽ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പാപത്തെയും പിശാചിനെയും ജയിച്ച് ജയാളിയായ ഒരു പുത്രൻ ആമീൻ ഉണ്ടായതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ അവന്റെ അനുകാരികളായി തീരുവാൻ, തന്റെ പുത്രന്റെ സാദൃശ്യത്തിന് സ്വരൂപമുള്ളവരായി തീരുവാൻ. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായി യേശുവിനെ നോക്കി ഓടാൻ പറഞ്ഞതിന്റെ കാരണം അതാ. യേശുവിന്റെ നേച്ചർ, ആ ധൈര്യം, ആ കറേജ് നമ്മിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, we will overcome that. Our God is almighty. നമ്മൾ ദൈവഭവനക്കാരനാ, നമ്മൾ ദൈവഭവനക്കാരിയാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വളർന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അപ്പന് നിങ്ങൾക്ക് നോട്ട്ബുക്ക് മേടിച്ചു തരാനും, ട്യൂഷന് വിടാനും, നിങ്ങൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്യാനും അദ്ദേഹം മനസ്സ് കാണിച്ചു. ദാറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഏത് ഭവനത്തിലാണോ വളർന്നത്, ജനിച്ചത്, എൻ്റെ അപ്പന് എന്നെ വളർത്താൻ, എന്നെ ജനിപ്പിച്ചവന് എന്നെ കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണ് ഇതേ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ യേശുവിൻ്റെ പൈതലായി മാറി, സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്. എന്നെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലാത്തൊരു അപ്പനല്ല എനിക്ക് സ്വർഗത്തിലുള്ളത്. എന്നെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു അപ്പൻ തന്നെയാ എനിക്ക് സ്വർഗത്തിലുള്ളത്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവർക്ക് ആ ഒരു ഉറപ്പ് വേണം. ആമേൻ. സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാ, ഞാൻ അവൻ്റെ മകനാ, ഞാൻ അവൻ്റെ മകളാ. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ സ്വഭാവം പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന സ്വഭാവമല്ല. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യത്തിൽ പത്രോസ് പറയുന്നു, സ്തോത്രം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കുവീൻ. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ, നിശ്ചയമായിട്ടും നിന്നിൽ നിന്ന് വെളിപ്പെടേണ്ട ഫലവും അത് തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തെങ്ങിനകത്ത് തേങ്ങ ഉണ്ടാകത്തുള്ളൂ, പ്ലാവിനകത്ത് ചക്ക ഉണ്ടാകത്തുള്ളൂ, മാവിനകത്ത് മാങ്ങ ഉണ്ടാകത്തുള്ളൂ. ഓരോ വൃക്ഷങ്ങളും അതതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നെങ്കിൽ, ഇന്ന് പകല് വിടിരിക്കുന്ന ഒരോർത്തോണം, നീ ദൈവത്തിന്റെ സന്തതിയാ, നീ ദൈവത്തിന്റെ ജനമാ. നിനക്ക് മറ്റൊരു ഫലം കായ്ക്കാൻ കഴിയില്ല. ആത്മാവിന്റെ ഫലമല്ലാതെ മറ്റൊന്നും പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. അവനെ കൈക്കൊണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച കാരണം കൊണ്ട്, അവനെ കൈക്കൊണ്ട കാരണം കൊണ്ട് ഞാൻ അവന്റെ സന്തതിയായി. ഞാൻ ദൈവത്തിന്റെ സന്തതിയാന്ന് ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? നിങ്ങൾക്കറിയാമോ, ഈ ഒരു വെളിപ്പാട് പിശാചിനെ ഭയപ്പെടുത്തുന്നതാണ്. സന്തതി എന്ന വാക്ക് പിശാചിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാരണം ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ വെച്ച് സർവശക്തനായ ദൈവം, പിതാവായ ദൈവം പിശാചിനോട് പറഞ്ഞു, സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ സന്തതി നിന്റെ തലയെ തകർക്കും. സന്തതി, പുത്രൻ നിന്റെ തലയെ തകർക്കും. അവനിപ്പോഴും ദൈവത്തിന്റെ സന്തതികളെ, അവന്റെ പുത്രന്മാരെ, അവന്റെ മക്കളെ അവന് ഭയമാണ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൻ്റെ മുൻപിൽ ശത്രു വിറയ്ക്കുന്നുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ദൈവത്തിൻ്റെ സന്തതിയാണ്, എന്നെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഐ ആം ഡെലിവേർഡ്. ഇന്ന് ഞാനൊരു ഡെലിവറൻസ് മീറ്റിങ്ങിന് വന്നതാ, പക്ഷേ ഞാൻ ആത്മാവിൽ അറിയുന്നു, സ്തോത്രം, പുതിയൊരു വിടുതൽ എൻ്റെ മേൽ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, അല്ലെങ്കിലും ഞാൻ വിടുവിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ വിടുതലിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണ് എന്ന ഉറപ്പുള്ള ദൈവമക്കളെ കരമൊന്നടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഐ ആം ഡെലിവേർഡ്, I am delivered from the darkness. Hallelujah. ഞാനതാ പറഞ്ഞ മറ്റൊരു നേച്ചർ, മറ്റൊരു ക്യാരക്ടർ നമുക്ക് കാണിക്കാൻ ഒക്കത്തില്ല. വിശ്വാസത്തിൽ വന്ന ഒരു വിശ്വാസി, വീണ്ടും ജനനം പ്രാപിച്ച ഒരു യൗവനക്കാരി, വീണ്ടും ജനനം പ്രാപിച്ച ഒരു യൗവനക്കാരൻ, വീണ്ടും ജനനം പ്രാപിച്ച ഒരു അമ്മ, ഒരു പിതാവ്, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വിശ്വാസി, അവൻ മറ്റൊരു ഫ്രൂട്ട്, മറ്റൊരു ഫലം പുറപ്പെടുവിക്കുന്ന കാണുമ്പോൾ ഞാൻ സംശയത്തോടെ അവനെ നോക്കുന്നു, അവൻ വീണ്ടും ജനിച്ചതാണോ എന്ന്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു നമ്മെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ലോകത്തിന്റെ ഉപ്പാണ്. ഹല്ലേലൂയ. എന്താ ഉപ്പിന്റെ പ്രത്യേകത? ഉപ്പിനൊറ്റ സ്വഭാവമേ ഉള്ളൂ, ഉപ്പാണ്. ഈ ഉപ്പിനെ ചുമന്ന് അമേരിക്കയെ കൊണ്ടുപോയാലും അവൻ ഒരു സ്വഭാവമേ ഉള്ളൂ, അവൻ ഉപ്പാണ്. അവനെ ആഫ്രിക്കയെ കൊണ്ടുപോയാലും, ഉപ്പിനെ പൊതിഞ്ഞ് ആഫ്രിക്കയെ കൊണ്ടുപോയാലും ഉപ്പാണ്. ഉപ്പിനൊരിക്കലും പഞ്ചസാര ഈസ്റ്റ് ആകാൻ ഒക്കത്തില്ല, ഉപ്പിനൊരിക്കലും വേറൊരു സ്വഭാവം കാണിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ് എന്ന് പറഞ്ഞത് രണ്ട് മുഖം നിനക്ക് കാണിക്കാൻ ഒക്കത്തില്ല, രണ്ട് മുഖം മൂടി നിനക്ക് പറ്റത്തില്ല, രണ്ട് സ്വഭാവം നിനക്കില്ല. നീ ദൈവത്തിന്റെ സന്തതിയാ. ഇത് ഉള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. ഞാൻ ദൈവഭവനക്കാരനാ, ഞാൻ ദൈവത്തിന്റെ സന്തതി. മോളെ, നിനക്കറിയുമോ സന്തതിയുടെ പദവി? നിങ്ങൾക്കറിയുമോ സന്തതിയുടെ വില? ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ അവകാശം നിങ്ങൾക്കറിയുമോ? അതാണ് അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ എഴുതിയത്. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ പകർന്നത്. മക്കളെങ്കിലോ നിങ്ങൾ ഇനി അവകാശികളാണ്. 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ആരുടെയും സഹായം തേടാതെ നിന്റെ വീട്ടിൽ പനിച്ചു കിടന്ന് നിലവിളിക്കുന്ന കൊച്ചിനെ നിനക്ക് സൗഖ്യമാക്കാം. ആരെ ഫോൺ ചെയ്യണ്ട. പക്ഷെ നിന്റെ അകത്ത് ആ ഉറപ്പ് വേണം, എൻ്റെ ആത്മാവിൽ എൻ്റെ ദൈവം ഉണ്ടെന്ന്, എൻ്റെ ആത്മാവിൽ എൻ്റെ യേശു ഉണ്ടെന്ന് ബോധ്യമുള്ളവൻ കൈ വെച്ചാൽ അവിടെ വിടുതല. എൻ്റെ ആത്മാവിലേക്ക് വന്ന എൻ്റെ യേശുവിൽ സൗഖ്യമുണ്ട്. എൻ്റെ ആത്മാവിലേക്ക് വന്നത് പകുതി ദൈവം അല്ല, പൂർണ്ണതയുള്ള ഒരു ദൈവമാണ്. എൻ്റെ ആത്മാവിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തിനാ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നേ? ആത്മാവിൽ ദൈവം കടന്നു വന്നു, അവന്റെ ജീവൻ എൻ്റെ ആത്മാവിൽ നിക്ഷേപിച്ചു. എന്തിനാ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നേ? നിക്ഷേപിക്കുന്നത് ആവശ്യം വരുമ്പോൾ എടുക്കാനല്ലേ. നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിൽ പൈസ നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാനല്ലേ. നിന്റെ ആത്മാവിലേക്ക് ദൈവം കടന്നു വന്ന് അവന്റെ ജീവൻ നിന്റെ ആത്മാവിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ അതിനെ വിളിച്ചുണർത്തി പ്രാർത്ഥിക്ക്. കമോൺ, വാ തുറന്ന് പ്രാർത്ഥിക്ക്. എല്ലാ ഭയവും പുറത്തു പോട്ടെ, എല്ലാ ഭയവും പുറത്തു പോട്ടെ, എല്ലാ ഡിപ്രഷനും പുറത്തു പോട്ടെ, എല്ലാ ആങ്സൈറ്റി പുറത്തു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ അകത്ത് വന്ന എൻ്റെ ദൈവം, എൻ്റെ ആത്മാവിൽ വന്ന എൻ്റെ ദൈവം, അവൻ സർവശക്തനാണ്.
ഇത് ബിജു, ഇത് ബീന സിസ്റ്ററെ. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഒരു കാരണവശാലും ഇവർക്ക് തലമുറ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 4 മാസമായ കുഞ്ഞുമായിട്ട് ഇവിടെ കിടന്നതാണ്. മോളെ എന്താ കയ്യിലിരിക്കുന്ന പേപ്പറും ഒക്കെ ആയിട്ട്? ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞ് മെഡിക്കൽ സയൻസ് എഴുതി തന്ന റിപ്പോർട്ടാണ്. എൻ്റെ പേര് ബീന. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കടന്നു വരുന്നത്. ഞങ്ങൾക്ക് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എനിക്ക് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി കഴിയുമ്പം ഈ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് അലർജികളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ ചാനൽ മാറ്റി നോക്കിയ സമയത്ത് ഫാസ്റ്റർ ഒരു പ്രസംഗം ഞങ്ങൾ TV കൂടെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പ്രാർത്ഥനാ വിഷയത്തിനായി വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ നമ്പർ തന്നായിരുന്നു. അങ്ങനെ ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അലർജിയാണ്. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, പിന്നീട് മരുന്ന് കഴിക്കുമ്പോഴൊന്നും എനിക്ക് ഈ അലർജി ഇല്ലായിരുന്നോ. പിന്നെ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി. എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മെഡിക്കൽ സയൻസ് ഒക്കെ ചെയ്ത ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ലാപ്രോസ്കോപ്പി ചെയ്ത കൂട്ടത്തിൽ പിന്നെ എനിക്ക് അന്ന് മുഴ റിമൂവ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഓവറി, ഒരു ട്യൂബ് ഇതെല്ലാം അന്ന് കട്ട് ചെയ്ത് പോയായിരുന്നു. ഓവറിയും ട്യൂബും കട്ട് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ യാതൊരു പിന്നെ ചാൻസും ഇല്ല നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാനുള്ള. പിന്നെ ഒരു ട്യൂബ് ഉള്ളത് അത് ഫെയിലാണ്. അതിനകത്ത് യാതൊരു കാരണവശാലും 100% നിങ്ങൾക്ക് നോർമലി ആയി ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ഡോക്ടർമാർ എഴുതി തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് വന്ന് അപ്പം ഞാൻ ഒരു പ്രാവശ്യം പാസ്റ്ററെ കണ്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് മെഡിക്കൽ സയൻസ് എഴുതി തന്നേക്കുന്ന ഒരു കുഞ്ഞുണ്ടാവത്തില്ല. പാസ്റ്റർ എന്ന് പറഞ്ഞത് ഡോക്ടറല്ല അത് വിധിക്കുന്നത്, നമ്മളിരിക്കുന്ന ദൈവമാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഒത്തിരിയും പേര് ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് നോക്ക്, അഡോപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഒരു കുഞ്ഞ് വേണ്ട, പിന്നെ അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട, ഞങ്ങളുടെ രക്തത്തിൽ കൂടി തന്നെ കിട്ടുന്ന ഒരു കുഞ്ഞിനെ ദൈവം തരുവാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ 2016 ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന സമയത്ത് പാസ്റ്റർ ഇതുപോലേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു 2016 തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2016 ഏപ്രിൽ മാസത്തിൽ 18-ാം തീയതി എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു ഇവിടുത്തെ. അന്ന് നമ്മുടെ ജിജിമാൻ പാസ്റ്റർ ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തോ മെയിനെന്ന്. അപ്പം ഈ ഏപ്രിൽ 23-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അടുത്ത 2017 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് പ്രാർത്ഥിച്ചു. ആ ഏപ്രിൽ മാസത്തിൽ തന്നെ ഞാൻ ക്യാരി ആവുകയും ചെയ്തു. ആ An amazing testimony. Amazing. Look at this. ഈ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ കാണണം. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ആ റിപ്പോർട്ട് ഇവിടെ എനി ഡോക്ടേഴ്സ് ചെയ്യാം. ഓക്കെ ഡോക്ടർ താര, ക്യാൻ യു പ്ലീസ് റീഡ് ദാറ്റ്? അതെന്തോ അതിനകത്ത് റിപ്പോർട്ട് ഒന്ന് വായിച്ച്. ലെഫ്റ്റ് ട്യൂബ് ആൻഡ് ഓവറി നോട്ട് സീൻ. ലെഫ്റ്റ് സൈഡിൽ ഓവറിയും ട്യൂബും ഇല്ല. ഓവറിയും ട്യൂബും ഇല്ല. നോ സ്പെൽ ഓഫ് ഡൈ ഓൺ ദ റൈറ്റ് സൈഡ്. അതായത് ഒരു ഡൈ ഒഴിക്കും, അപ്പോൾ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ആ ഡൈ ഫുള്ളി സ്പ്രെഡ് ചെയ്ത് വരണം. റൈറ്റ് സൈഡിൽ ഡൈ പോകുന്നില്ല, അതായത് റൈറ്റ് സൈഡിലും ബ്ലോക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ട്യൂബ് ഓവർ ഇല്ല, റൈറ്റ് സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട്. മെഡിക്കൽ സയൻസിൽ ഇത് അസാധ്യമാണോ? യെസ്. എന്നാൽ ദൈവത്തിനോ? വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന കുടുംബമാണിത്. ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു, അതിനെക്കുറിച്ച് കേട്ടു. ഇത് ഒരു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറിന് അത്ഭുതം. കാരണം ബൈബിൾ പറയുന്നു യേശു അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭൂമിയിൽ വന്ന് സ്നേഹത്തെ ക്രൂശിൽ വെളിപ്പെടുത്തിയ കർത്താവേ, നിന്റെ മക്കളായി ജീവിപ്പാൻ നീ ഇവരെ സഹായിക്കണമേ. നിന്റെ സ്നേഹത്തെ പ്രകടമാക്കുന്ന
വെളിപ്പെടുത്തുന്ന വാക്കിലൂടെ, പെരുമാറ്റത്തിലൂടെ, സംസാര രീതികളിലൂടെ, സമ്മാനം കൊടുക്കുന്നതിലൂടെ, സമയം ചെലവഴിക്കുന്നതിലൂടെ കർത്താവെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തികളാക്കി തീർക്കണമേ. ആർക്കും ദോഷം ചെയ്യാതെ, ആരെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞ് പരത്താതെ, ഇവരുടെ വാക്ക് തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ശിഷ്യന്മാരുടെ അധരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹം കൊണ്ട് തൻ്റെ സാമ്രാജ്യത്തെ, തൻ്റെ രാജ്യത്തെ സ്ഥാപിച്ച യേശുവിനെ പോലെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. അടുത്ത ആഴ്ച കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും